വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ആദ്യമായി എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി പെന്തക്കോസ്ത സമൂഹങ്ങളിൽ ശുശ്രൂഷയിലായിരിക്കുന്ന ശുശ്രൂഷകന്മാർക്ക് അത്യാവശ്യമായ ചില കാര്യങ്ങളെ പ്രസ്താവിച്ചുകൊണ്ട് ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് കർത്താവിൽ ഞാൻ ആശ്രയിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് പൊതുവെ ആക്ഷേപമുള്ള ശുശ്രൂഷകരെ കുറിച്ച് ആക്ഷേപമുള്ള ഒരു കാര്യമാണ് ശുശ്രൂഷകരായി കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്ന ശുശ്രൂഷകന്മാർക്ക് ജ്ഞാനവും പരിജ്ഞാനവും അശേഷമില്ല എന്നും അവരുടെ ശുശ്രൂഷ പലപ്പോഴും ഈ ലോകത്തിൻ്റെ ജ്ഞാനത്തിലായി പോകുന്നു എന്നുമുള്ള ആക്ഷേപങ്ങൾ പലരും മുഖാന്തരമായി കേൾക്കുവാനിടയായിട്ടുണ്ട്. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കാം. എന്തുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷ ഒരു ഉണർവിന് കാരണമാകാതെ, ആത്മാക്കളുടെ വിടുതലിന് കാരണമാകാതെ, ഒരു സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള അവസ്ഥയിൽ സഭകൾ നിൽക്കുവാനും സുവിശേഷ ദൗത്യത്താലുള്ള ആത്മാക്കളുടെ രക്ഷ ഒന്നും ലഭ്യമാകാതെ ഒള്ളി ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് മാത്രം നമ്മുടെ സഭകളിൽ കാണുവാനിടയായിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങൾ നാം സ്വയമായി ചിന്തിക്കുവാൻ ബാധ്യസ്ഥരാണ്. കർത്താവ് നമ്മളെ വിളിച്ചുവെങ്കിൽ, അവൻ ദൗത്യം ഏൽപ്പിച്ചുവെങ്കിൽ, അവൻ്റെ ദൗത്യം നമ്മൾ വിശ്വസ്തയോടെ നിറവേറ്റി മുന്നോട്ട് പോകുമ്പോൾ അത് ഉണർവായും ആത്മാക്കളുടെ വിടുതലായും രക്ഷയായും നമുക്ക് കാണുവാൻ കഴിയണം. നമുക്ക് നമ്മുടെ കൺമുൻപിൽ അനുഭവമായി തീരുവാൻ കഴിയണം. വേർപെട്ട സമൂഹങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ് സുവിശേഷീകരണവും ആത്മാക്കളുടെ വിടുതലിനായുള്ള അത്യുത്ഥാനവും. നാം സഭകളായി കൂടി വരുമ്പോൾ നമ്മുടെ ശുശ്രൂഷ ജ്ഞാനത്തോടും പരിജ്ഞാനത്തോടും കൂടെയാണോ എന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ നിമിഷം നമുക്ക് കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഇരിക്കുവാൻ കഴിയും. എന്താണ് ജ്ഞാനവും പരിജ്ഞാനവും? ഈ പ്രത്യേക ഡിസ്കോഴ്സിൽ നാം ചിന്തിക്കുവാനായിട്ട് പോകുന്ന കാര്യങ്ങൾ എന്താണ് ജ്ഞാനവും പരിജ്ഞാനവും? 2, ജ്ഞാനവും പരിജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം. 3, ലോകജ്ഞാനത്താലുള്ള ശുശ്രൂഷ. 4, കർത്താവ് തരുന്ന ശുശ്രൂഷകന് ഉണ്ടായിരിക്കേണ്ട ജ്ഞാനം. 5, ജ്ഞാനിയുടെ ചില ലക്ഷണങ്ങൾ. അത് നമുക്ക് ജ്ഞാനിയായി ശുശ്രൂഷ നടത്തുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട ചില ലക്ഷണങ്ങളുണ്ട്. അത് എന്തൊക്കെയാണ്? സ്വഭാവ വൈശിഷ്ട്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണം. 6ാമതായി ഒരു ഉദാഹരണം നാം ബൈബിളിൽ നിന്ന് എടുത്തിട്ട് ആ ഉദാഹരണത്തിലൂടെ എപ്രകാരം ആ ദൈവ പുരുഷൻ അല്ലെങ്കിൽ ഭക്തയായ ആ ദൈവിക അരുളപ്പാടുകൾ അല്ലെങ്കിൽ ദൈവിക ജ്ഞാനം കിട്ടിയ ആ വ്യക്തി എപ്രകാരം തൻ്റെ ജീവിതത്തിൽ ആ ജ്ഞാനവും പരിജ്ഞാനവും ഉൾക്കൊണ്ട് ദൈവത്തിൻ്റെ തിരുഹിതത്തിന് വിധേയമായി ചില പ്രവർത്തികൾ ചെയ്യുന്നത് മൂലം അനേകരുടെ രക്ഷ അതായത് മരണത്തിൽ നിന്നുള്ള വിടുതൽ ലഭ്യമാക്കുവാൻ വരെ കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ കാര്യം നമുക്ക് ചിന്തിക്കണം. അവസാനമായിട്ട് 7ാമത്തെ കാര്യം എന്ന് പറയുന്നത് ശുശ്രൂഷകന്റെ ഒരു യഥാർത്ഥ ശുശ്രൂഷകന്റെ ലക്ഷണങ്ങളും ദൗത്യവും. അത് ഒരു യഥാർത്ഥ ശുശ്രൂഷകനിൽ വരുന്ന മാതൃകയുള്ള അല്ലെങ്കിൽ സ്വഭാവ ഗുണങ്ങളെ വെളിപ്പെടുത്തുന്നതായ ലക്ഷണങ്ങളും തൻ്റെ ദൗത്യവും
ഈ കാര്യങ്ങളെ നമുക്ക് അല്പമായി ചിന്തിച്ച് വേഗം മുന്നോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് ജ്ഞാനവും പരിജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം നാം മനസ്സിലാക്കണം. നമുക്കറിയാം, ദ ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് വിസ്ഡം. പ്രൈസ് ദി ലോർഡ്. അതിനോടുള്ള ബന്ധത്തിൽ സദൃശ്യവാക്യം 2-ാം അധ്യായം നമുക്ക് ഒരു വാക്യം ഇവിടെ വായിക്കാം. സദൃശ്യവാക്യം 2-ാം അധ്യായം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്. 2:6. അവന്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു. പ്രൈസ് ദി ലോർഡ്. അതായത് ദ ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് വിസ്ഡം. ദൈവഭക്തിയോടെ ദൈവ തിരുസാന്നിധ്യം എവിടെയും അനുഭവിച്ചറിഞ്ഞുകൊണ്ട് അവൻ നമുക്ക് തന്നിട്ടുള്ള നീതിബോധവും അതുപോലെ ദയാതൽപരതയും വിശ്വസ്തതയും സ്നേഹവും നമ്മളിൽ വെളിപ്പെടുത്തി നാം ദൈവസാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് എന്നെ അറിയുന്ന, എന്നോട് കൂടെ വസിക്കുന്ന ഒരു ദൈവം എനിക്ക് സമീപസ്ഥനായി ഉണ്ട് എന്നുള്ള ഭയത്തോടെ നമ്മുടെ സംസാരമാകട്ടെ, പ്രവൃത്തിയാകട്ടെ, നമ്മുടെ ഇടപാടുകളാകട്ടെ, നമ്മുടെ ശുശ്രൂഷയാകട്ടെ, നമ്മളുടെ ജീവകാരുണ്യ പ്രവൃത്തി ആയിക്കൊള്ളട്ടെ, നമ്മുടെ ഹല്ലേലൂയ ഏതൊരു പ്രസ്ഥാനത്തിൽ നാം നിൽക്കുന്ന ഇടങ്ങളിൽ നമ്മൾ ആ ദൈവസാന്നിധ്യം അനുഭവിച്ചറിയുമ്പോൾ അത് ദൈവത്തെ ഭയപ്പെട്ട് സ്നേഹിച്ച് അവൻ മുഖാന്തരം നമുക്ക് തന്ന വ്യവസ്ഥകളെ നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്ന അനുസരിച്ച് അവന്റെ തിരുസാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് പോകുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടാകണം. അതാണ് ഈ ഫിയർ ഓഫ് ദ ലോർഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ജ്ഞാനം പ്രാപിക്കണമെങ്കിൽ ദൈവസാന്നിധ്യം എവിടെയും എപ്പോഴും ഏത് സമയത്തും നമുക്ക് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഈ കർത്താവ് എൻ്റെ അരുളപ്പാടിനനുസരണമായി, കർത്താവിൻ്റെ ആത്മാവിൻ്റെ നടത്തിപ്പിനനുസരണമായി നാം അവനിൽ നിന്ന് ജ്ഞാനം പ്രാപിക്കുവാൻ നമുക്ക് കഴിയണം. അവൻ്റെ വായിൽ നിന്ന് വെളിപ്പെട്ടു വന്നിരിക്കുന്ന, അവൻ്റെ അരുളപ്പാടുകളായി നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവചനത്തിൻ്റെ പൊരുളുകൾ ഹല്ലേലൂയ നാം നന്നായിട്ട് ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുവാൻ നമുക്ക് കഴിയണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അവൻ്റെ വായിൽ നിന്ന് വരുന്ന പരിജ്ഞാനം നമ്മൾ അവൻ്റെ തിരുസാന്നിധ്യത്തിൽ നിന്ന് പ്രാപിക്കുന്ന, അവനെക്കുറിച്ചുള്ള ഭയഭക്തിയുള്ള ആ സാന്നിധ്യത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആ ജ്ഞാനവും പരിജ്ഞാനവും കൊണ്ട് നാം നമ്മുടെ ശുശ്രൂഷ, നമ്മളെ ദൈവം പരമേൽപ്പിക്കുന്ന ശുശ്രൂഷ വെളിപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം, വെളിപ്പെടുത്തപ്പെടുവാൻ നമുക്ക് ഇടയാകണം, അതിന് നമുക്ക് കഴിയണം. പ്രൈസ് ദി ലോർഡ്. പരിജ്ഞാനം നമുക്കെല്ലാവർക്കും പരിജ്ഞാനമുണ്ട്. എന്നാൽ ജ്ഞാനമാണ് ഒരു ശുശ്രൂഷകന് ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യമുള്ളത്. നാം പല ബൈബിൾ കോളേജിലും അതുപോലെ തന്നെ മറ്റ് സെക്കുലർ കോളേജുകളിലൊക്കെ പഠിച്ച് ഡിഗ്രി എടുക്കുന്നുണ്ട്. BTH, MDV, PhD ഇതെല്ലാം എടുത്തുകൊണ്ട് നാം വരുമ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ നാം അറിയുക മാത്രമാണ് ചെയ്യുന്നത്. അത് പരിജ്ഞാനം ഒരു ഫിലോസഫിക്കൽ ഡിഗ്രി സെക്കുലർ കോളേജിൽ നിന്ന് എടുത്ത ഒരാളിന് ലഭിക്കുന്ന ആ അറിവ്, പരിജ്ഞാനം, അതേ അറിവ് തന്നെയാണ് ബൈബിൾ കോളേജിൽ നിന്ന് ദൈവവചനം പഠിച്ചിറങ്ങുന്ന ഒരു ദൈവദാസന് ലഭിക്കുന്നത്. അത് ജ്ഞാനമല്ല, അത് പരിജ്ഞാനമാണെന്ന് മനസ്സിലാക്കണം. എന്നാൽ ഈ ജ്ഞാനം എന്താണ്? ജ്ഞാനം എന്ന് പറയുന്നത് നാം മനസ്സിലാക്കി നാം അറിഞ്ഞിരിക്കുന്ന ദൈവിക വ്യവസ്ഥകളെ, അതിൻ്റെ പൊരുളുകളെ നാം നമ്മുടെ ആത്മാവിൽ വിവേചിച്ച് അതാത് സമയങ്ങളിൽ, അതാത് സാഹചര്യങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ തുറകളിലും അത് പ്രായോഗികമായി അതിനെ വിവേചിച്ച് പ്രായോഗികമായി അതിനനുസരണമായിട്ട് ദൈവസാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ വിവേചിച്ച് മനസ്സിലാക്കി അത് ഓരോ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ പ്രായോഗികമാക്കി നീതിബോധത്തോടെ, ദയാതൽപരതയോടെ, വിശ്വസ്തയോടെ, സ്നേഹത്തോടെ പോകുവാനായിട്ട് കർത്താവിൽ നിന്ന് പ്രാപിക്കുന്ന ആ വെളിപ്പാടാണ് ജ്ഞാനം എന്ന് പറയുന്നത്. എല്ലാവർക്കും പരിജ്ഞാനമുണ്ട്, എന്നാൽ ജ്ഞാനമില്ല. നമ്മുടെ ശുശ്രൂഷ സഭാതലങ്ങളിൽ വെളിപ്പെടണമെങ്കിൽ നാം ഏർപ്പെട്ടിരിക്കുന്ന ദൗത്യം ഈ സമൂഹത്തിൽ അത് ഹല്ലേലൂയ വെളിപ്പെടണമെങ്കിൽ
നിശ്ചയമായിട്ടും നമ്മുടെ ശുശ്രൂഷ പരിജ്ഞാനത്തിൻ്റെത് മാത്രം ആകുവാൻ പാടില്ല. ജ്ഞാനത്തോടു കൂടെയുള്ള ഹല്ലേലൂയ പരിജ്ഞാനം നമ്മൾ പ്രാപിച്ചിരിക്കുന്ന വചനവ്യവസ്ഥയെ പ്രായോഗികമാക്കി അവസരോചിതമായി പ്രായോഗികമാക്കി പോകുന്ന ജ്ഞാനത്തോടു കൂടിയുള്ള ദൈവ സാന്നിധ്യത്തെ അനുഭവിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ ആ സാന്നിധ്യം അനുഭവിച്ച ദൈവഭയത്തോടെ അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് നീതിബോധത്തോടെ പോകുന്ന ഒരു ശുശ്രൂഷ നമ്മളിൽ വെളിപ്പെടേണ്ടതുണ്ട്. പ്രൈസ് ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇനി ഹല്ലേലൂയ ലോകജ്ഞാനത്തിലുള്ള ശുശ്രൂഷ നമുക്ക് ഹല്ലേലൂയ സദൃശ്യവാക്യം 26-12 വാക്യം നമുക്ക് കാണാൻ കഴിയും. അത് ഞാനിവിടെ വായിക്കുകയാണ്. സദൃശ്യവാക്യം ഹല്ലേലൂയ സ്തോത്രം. അതിൻ്റെ ദൈവത്തിന് സ്തോത്രം 26-12 വാക്യം നമുക്കിവിടെ വായിക്കാം. അവിടെ നാം കാണുകയാണ്, തനിക്കു തന്നെ ജ്ഞാനിയായി തോന്നുന്ന മനുഷ്യനെ നീ കാണുന്നു, അവനെക്കുറിച്ച് ഉള്ളതിനേക്കാളും മൂഢനെക്കുറിച്ച് അധികം പ്രത്യാശയുണ്ട്. നമ്മുടെ ശുശ്രൂഷ നാം വലിയ ഡിഗ്രിയും അല്ലെങ്കിൽ ഡോക്ടറേറ്റും ഒക്കെ എടുത്ത് അല്ലെങ്കിൽ കർത്താവിൻ്റെ വചനം ശുശ്രൂഷിക്കുകയും കർത്താവിനെ സേവിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുമ്പോൾ നാം ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ വളരെയധികം ദൈവവചന പരിജ്ഞാനമുണ്ട്, എനിക്ക് ജ്ഞാനമുണ്ട് എന്നൊക്കെ ചിന്തിക്കും. പ്രൈസ് ദി ലോർഡ്. അതാണ് തനിക്ക് തന്നെ ജ്ഞാനിയായി തോന്നുന്ന മനുഷ്യൻ. നമുക്ക് തന്നെ ജ്ഞാനിയായിട്ട് തോന്നുകയാണ്. കാരണം നമ്മൾ വളരെ പഠിപ്പുണ്ടെന്നുള്ള ആ ഒരു അഹങ്കാരത്തോടെ അല്ലെങ്കിൽ നമ്മളായിട്ട് പ്രാപിച്ച ചില രീതികളുടെ ദുശാഠ്യം നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ അരുളപ്പാടുകൾക്ക് അല്ലെങ്കിൽ കർത്താവിൻ്റെ തരുന്ന ജ്ഞാനത്തിന് അവൻ്റെ തിരുസാന്നിധ്യത്തിന് യോഗ്യമായ രീതിയിൽ നമ്മൾ തന്നെ ശോധന ചെയ്തിട്ട് ആ വചനം അവിടെ കർത്താവ് എന്ത് ആഗ്രഹിക്കുന്നു അതിനെ പ്രായോഗികമാക്കാതെ നമ്മളുടെ തന്നെ ജ്ഞാനത്തിൽ ആശ്രയിച്ച് പോകുന്നതായ ഒരു ഹല്ലേലൂയ ശുശ്രൂഷ, അങ്ങനെ നിരവധി 99% അല്ലെങ്കിൽ ശുശ്രൂഷകന്മാരും അപ്രകാരമാണ് ശുശ്രൂഷിക്കുന്നതെന്ന് പറയുന്നതിൽ ഹല്ലേലൂയ വളരെ ദുഃഖമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവനെക്കുറിച്ചുള്ളതിനേക്കാളും മൂഢനെക്കുറിച്ച് അധികം പ്രത്യാശയുണ്ട്. മൂഢൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ദൈവഭയം ഇല്ലാത്തവൻ, ഹല്ലേലൂയ, ലോകപ്രകാരം ജീവിക്കുന്നവൻ, ഹല്ലേലൂയ, അത്യാഗ്രഹവും അശുദ്ധിയും അനീതിയും അല്ലെങ്കിൽ എന്തും അല്ലെങ്കിൽ തൻ്റെ സ്വന്തം താല്പര്യത്തിനനുസരണമായി ചെയ്യുവാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ദൈവത്തെ അറിയാത്തവനെയാണ് മൂഢൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവൻ മൂഢനേക്കാൾ ഹല്ലേലൂയ കൊള്ളരുതാത്തവനാണ് എന്നുള്ളതാണ് ഈ വചനത്തിലൂടെ നാം മനസ്സിലാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഹല്ലേലൂയ ലോകജ്ഞാനത്തിലുള്ള ശുശ്രൂഷ, ഇതിനെക്കുറിച്ച് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം നമ്മുടെ ശുശ്രൂഷ എന്ന് നമുക്ക് ഹല്ലേലൂയ കാണുവാൻ കഴിയണം. ഇതിൻ്റെ രണ്ടിൻ്റെയും കമ്പാരിസൺ, അതായത് ലോക ശുശ്രൂഷയുടെയും ലോകജ്ഞാനത്താലുള്ള ശുശ്രൂഷയുടെയും ദൈവീക ജ്ഞാനത്താലുള്ള ഹല്ലേലൂയ ഉയരങ്ങളിൽ ലഭിക്കുന്ന ജ്ഞാനത്താലുള്ള ശുശ്രൂഷയുടെയും വ്യത്യാസം യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. അത് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയ ശേഷം പെട്ടെന്ന് കർത്താവിന്റെ വചനത്തിലേക്ക് നമുക്ക് വരാം. യഥാർത്ഥമായ കർത്താവ് ഈ യാക്കോബ് പറഞ്ഞിരിക്കുന്ന ആ വചനം കർത്താവിന്റെ വാക്കുകളിലൂടെ നമുക്ക് വേറൊരു രീതിയിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. അതായത് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 14-17 വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യങ്ങളാണ്. അതിവിടെ ഞാൻ വായിക്കുകയാണ്. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യവും ചാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഭോഷ്ക് പറയുകയും അരുത്. മനസ്സിലാക്കണം, നമ്മുടെ ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യ ഉണ്ടാകാം, ശാഠ്യം അല്ലെങ്കിൽ തൻ്റെ പിടിവാശി ഉണ്ടാകാം. ഇത് എല്ലാം ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി, സത്യം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ അരുളപ്പാടുകൾക്ക് ഹല്ലേലൂയ അത് വിവേചിച്ചുള്ള പ്രായോഗികതയ്ക്കും വിരോധമായി ഹല്ലേലൂയ പ്രശംസിക്കുകയും ഭോഷ്ക് പറയുകയും അരുത്. ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കുക. നമ്മൾ എത്ര സ്വയപ്രശംസയും ഭോഷ്കും ഏതെല്ലാം ഇടങ്ങളിൽ പറയുന്നു എന്ന് നമുക്ക് നമ്മുടെ പരിശുദ്ധാത്മാവിൽ നമ്മെ തന്നെ ശോധന മനസ്സിലാകും. ഇത് ഉയരത്തു നിന്ന് വരുന്ന ജ്ഞാനമല്ല. ലോക ജ്ഞാനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായതത്രേ ഈ ജ്ഞാനം. ദുശാഠ്യത്താലും അഹങ്കാരത്താലും
ഞാൻ ഒരു വലിയ ആളാണ്, മറ്റുള്ള വിശ്വാസികളെ ഇടമേൽ കർത്തൃത്വം നടത്തുവാൻ യോഗ്യനാണ് എന്നുള്ള ആ ഒരു ആ മനോഭാവം വെച്ചുകൊണ്ട് ദൈവത്തിന്റെ തിരുസാന്നിധ്യം, ദൈവത്തിന് മഹത്വം കൊടുക്കാതെ നടത്തുന്ന ശുശ്രൂഷയെക്കുറിച്ചാണ് ലോകജ്ഞാനത്താലുള്ള ശുശ്രൂഷ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഈർഷ്യവും ശാഠ്യവും ഉള്ളയിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയും ഉണ്ടാകും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ 17-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഉയരത്തിൽ നിന്നുള്ള ഹല്ലേലൂയ പ്രൈസ് ലോർഡ് ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും, പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽസ്വഭാവം നിറഞ്ഞ പക്ഷപാതവും കാപട്യവും ഇല്ലാത്തതുമാകുന്നു. പ്രൈസ് ലോർഡ്. സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും. എന്തിൻ്റെ അനുസരണമുള്ളതാണ്? കർത്താവിൻ്റെ വാക്യങ്ങളിലേക്ക് നാം വരികയാണ്. എൻ്റെ വചനം കേട്ട് അത് അനുസരിച്ച് ഹല്ലേലൂയ അതിനെ വിവേചിച്ച് മനസ്സിലാക്കി, അതായത് നമ്മുടെ വിവിധ വൈവിധ്യങ്ങളാർന്ന ആ സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നിരവധി ഹല്ലേലൂയ കോണ്ടെക്സ്റ്റുകളിൽ അതിൻ്റെ ആപ്ലിക്കബിലിറ്റി എടുക്കുന്ന വ്യക്തിയെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. ഹല്ലേലൂയ അതാണ് ഇവിടെ പറഞ്ഞത്. സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. നമ്മുടെ ശുശ്രൂഷയെ എന്തുമാത്രം പക്ഷപാതമുള്ളതാണെന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. കരുണ സൽഫലമുണ്ടോ? ഒരു വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാമെന്ന് പറയുന്നു. നമ്മളെല്ലാം മാതൃക ഹല്ലേലൂയ ആയി കർത്താവിൻ്റെ മാതൃക പിൻപറ്റി, അപ്പോസ്തലന്മാരുടെ മാതൃക പിൻപറ്റി, മറ്റു വിശുദ്ധന്മാരുടെ മാതൃക പിൻപറ്റി അവരെ പോലെ ഹല്ലേലൂയ വിശ്വാസികൾക്ക് നമ്മളെ തന്നെ മാതൃകയാക്കാനുള്ളവരാണ്. എന്നാൽ നമ്മളിൽ സൽഫലങ്ങളോ കരുണയോ ഹല്ലേലൂയ പക്ഷപാതം ഇല്ലായ്മയോ ഹല്ലേലൂയ എപ്പോഴെങ്കിലും വെളിവായിട്ടുണ്ടോ എന്ന് നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യുവാൻ കഴിയണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനത്തിലേക്ക് വരികയാണ്. കർത്താവ് പറയുന്ന വചനം, അതായത് മത്തായി സുവിശേഷം 7-ാം അധ്യായം 24-25 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുകയാണ്. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള ജ്ഞാനമുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീട്ടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. കർത്താവാകുന്ന പാറ, ഹല്ലേലൂയ, പാറ വിശ്വാസത്താൽ നാം ഹല്ലേലൂയ അവൻ്റെ അരുളപ്പാടുകൾ അനുസരിച്ച് ഹല്ലേലൂയ സമയാസമയങ്ങളിലും ഹല്ലേലൂയ അതുപോലെ ഹല്ലേലൂയ വ്യത്യസ്ത സ്ഥലങ്ങളിലും വൈവിധ്യ സ്ഥലങ്ങളിലും നമ്മുടെ ശുശ്രൂഷാ തലങ്ങളിലും ഒക്കെ നാം അവൻ്റെ വചനം കേട്ടിട്ട് അത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ദൈവഹൃദയത്തിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്ന വചനത്തിൻ്റെ പൊരുളുകൾ ദൈവവചനം മുഴുവൻ ഹല്ലേലൂയ കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും വിധികളും ചട്ടങ്ങളും ഒക്കെയും ഹല്ലേലൂയ അവ നമുക്ക് ബാധകമല്ലാത്ത പുതിയ നിയമ ശുശ്രൂഷയിൽ ബാധകമല്ലാത്ത മറ്റെല്ലാ കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അതിനെ പ്രോജ്വലിപ്പിച്ച് അതിൻ്റെ പ്രായോഗികത ഹല്ലേലൂയ വെളിപ്പെടുത്തിക്കൊണ്ട് ഹല്ലേലൂയ പോകുന്നവരെ കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ജ്ഞാനമുള്ള മനുഷ്യനെ കുറിച്ച് കർത്താവ് പറയുന്നത്. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീട്ടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. നമ്മളെ ഒരു രീതിയിലും ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മളെ അലട്ടുവാൻ ഇടയാകരുത്. നമുക്ക് മാതൃകയായി നമ്മുടെ കർത്താവുണ്ട്, കർത്താവിൻ്റെ ശ്രേഷ്ഠ ശിഷ്യന്മാരുണ്ട്, അപ്പോസ്തലന്മാരുണ്ട്. അവരുടെ മാതൃക നാം പിൻപറ്റി നാം മാതൃകയുള്ളവരായി നമ്മൾ നല്ല ഹല്ലേലൂയ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതായത് നമ്മൾ ഹല്ലേലൂയ നമ്മുടെ ശുശ്രൂഷ വേളയിൽ ഒരു കാര്യം വളരെയധികം ശ്രദ്ധാപൂർവം ഹല്ലേലൂയ കരുതേണ്ടതുണ്ട്. അതായത് നാം എപ്പോഴും നീതിബോധമുള്ളവരും ഹല്ലേലൂയ ദയാതൽപരരും കരുണയുള്ളവരും വിശ്വസ്തരും ഹല്ലേലൂയ സ്നേഹമുള്ളവരും ആയിരിക്കണം. ഈ കാര്യങ്ങൾ ന്യായപ്രമാണത്തിൽ ഘനമേറിയ ഈ കാര്യങ്ങളെ നാം മാതൃകാപരമായിട്ട് വിശ്വാസികളായി നിൽക്കുന്നവർക്ക് വെളിപ്പെടുത്തി നമ്മളെ അനുകരിക്കുവാനായിട്ടുള്ള ഹല്ലേലൂയ ഫലങ്ങൾ നമ്മളിൽ പുറപ്പെടുവിച്ച് അവർക്ക് മുന്നമേ ഈ കുരിശുമെടുത്ത് നമ്മുടെ കുരിശെടുത്തിട്ട് കർത്താവിനെ അനുധാവനം ചെയ്യുന്ന, തൻ്റെ ശിഷ്യന്മാരെ അനുധാവനം ചെയ്യുന്ന അപ്പോസ്തലന്മാരെ അനുധാവനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതായ ഒരു ഹല്ലേലൂയ മാതൃക നാം വെളിപ്പെടുത്തുമ്പോൾ നമ്മുടെ പിന്നാലെ ഹല്ലേലൂയ ഈ സമൂഹവും
ഹല്ലേലൂയ, നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആടുകളും നമ്മുടെ പിന്നാലെ വരുവാൻ ഇടയാകും. അങ്ങനെ എല്ലാവരും ഏക മനസ്സോടെ ഏക ആത്മാവിൽ ഹല്ലേലൂയ ആരാധിക്കുകയും അല്ലെങ്കിൽ സുവിശേഷ ഹല്ലേലൂയ ഘോഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുമ്പോൾ, സുവിശേഷ അറിയിക്കുകയും ചെയ്യുമ്പോൾ ആത്മാക്കളുടെ വിടുതൽ നടക്കുവാൻ ഇടയാകും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തുതി. ഇനി ഹല്ലേലൂയ, ജ്ഞാനിയുടെ ചില ലക്ഷണങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്താണ് ജ്ഞാനികൾക്ക് ഉണ്ടായിരിക്കേണ്ട ലക്ഷണങ്ങൾ? പ്രൈസ് ദി ലോർഡ്. ജ്ഞാനി ആയിരിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും നീതിയിൽ, അതായത് ദൈവിക വചനത്തിന്റെ വ്യവസ്ഥയും നീതിയും വളരെ വ്യക്തമായിട്ട് പരിജ്ഞാനം ലഭിച്ചത് ശോധന ചെയ്ത് അത് കർത്താവിന്റെ സന്നിധാനത്തിലിരുന്ന് അതിനെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കി ഹല്ലേലൂയ അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അത് അഭ്യസിക്കുന്നവരായിരിക്കണം. നീതി അഭ്യസിക്കുന്നവരും ഹല്ലേലൂയ വൈവിധ്യമാർന്ന നമ്മുടെ ഹല്ലേലൂയ ശുശ്രൂഷ വേളകളിൽ വൈവിധ്യമാർന്ന ഹല്ലേലൂയ വളരെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ, വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ വ്യത്യസ്തമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് നമ്മുടെ സ്വഭാവം ഹല്ലേലൂയ എല്ലാവർക്കും വെളിപ്പെടുവാൻ തക്കവണ്ണം സൽഫലങ്ങൾ ഉള്ളത് ആയിട്ട് നീതി അഭ്യാസം ചെയ്തവരായി, നീതിബോധമുള്ളവരായി നമുക്ക് മുന്നോട്ട് പോകുവാൻ ഹല്ലേലൂയ കഴിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നീതിയും അതുപോലെ അഭ്യാസം എന്ന് പറയുമ്പോൾ നീതിയും ഹല്ലേലൂയ ദയയും കരുണയും ദൈവസ്നേഹവും വിശ്വസ്തതയും ഹല്ലേലൂയ നമ്മുടെ ശുശ്രൂഷയുടെ മുഖമുദ്രയായി നമ്മളുടെ ഹല്ലേലൂയ നമ്മളെക്കുറിച്ച് എല്ലാവർക്കും ഹല്ലേലൂയ പ്രശംസിക്കുവാൻ ഉള്ള ഒരു കാര്യമായിട്ട് മറ്റുള്ളവർക്ക് മാതൃകയായി വെളിപ്പെട്ടു വരുവാൻ തക്കവണ്ണം ഇടയാകണം. ഇതാണ് ജ്ഞാനിയുടെ ചില ലക്ഷണങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇനി ഒരു പ്രൈസ് ദി ലോർഡ് ഒരു ഉദാഹരണം നമ്മൾ പഴയ നിയമത്തിൽ നിന്നും വായിച്ച് ഗ്രഹിക്കുവാൻ പോവുകയാണ്. ആ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഹല്ലേലൂയ ജ്ഞാനിയായ സ്ത്രീയുടെ ഹല്ലേലൂയ അവളിൽ കണ്ട ലക്ഷണങ്ങളെ നമ്മൾ പെട്ടെന്ന് ചിന്തിച്ച് അത് ഉദാഹരണമായിട്ട് എടുത്ത് പഠിച്ച് വിശകലനം ചെയ്ത് പഠിച്ചുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് പെട്ടെന്ന് മുന്നോട്ട് പോകാം. നമുക്ക് അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തുതി. ഹല്ലേലൂയ. 1 ശമൂവേൽ 25-ാം അധ്യായത്തിൽ നാം കാണുന്ന ഒരു വലിയ സംഭവമുണ്ട്. 25-ന്റെ 23-35 വാക്യങ്ങളിൽ നാം ആ സംഭവം കാണുകയാണ്. എന്താണ് 25-ാം അധ്യായത്തിൽ നാം കാണുന്നത്? ശമൂവേൽ മരിച്ച ശേഷം ഹല്ലേലൂയ ദാവീദും ഹല്ലേലൂയ തന്നെ അനുഗമിച്ചിരുന്ന യോദ്ധാക്കളും ഏതാണ്ട് 600 യോദ്ധാക്കൾ തന്നെ അനുഗമിച്ചിരുന്നു. ഒരു പാരാൻ മരുഭൂമിയിൽ അനേക മാസങ്ങൾ ഹല്ലേലൂയ കഴിച്ചു കൂട്ടിയിട്ട് വീണ്ടും ഒരു കാർമേലിലേക്ക് വരികയാണ്. അപ്പോൾ കർമ്മേലിൽ പ്രൈസ് ദി ലോർഡ് ഒരു കാലേബ് കുലത്തിൽപ്പെട്ട ഒരു നാബാൻ എന്ന് പറഞ്ഞ ഒരു ധനാഢ്യനായ വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ഹല്ലേലൂയ ആടുകളുടെ രോമം കത്തിരിക്കുന്ന ആ ഉത്സവ വേളയിൽ ഹല്ലേലൂയ വലിയൊരു സദ്യ വിരുന്ന് ഒരുക്കുവാനിടയായി. ഹല്ലേലൂയ ദാവീദ് ഹല്ലേലൂയ കർമ്മേലിൽ വളരെ ഹല്ലേലൂയ ബുദ്ധിമുട്ടുള്ള സമയമായിട്ടിരിക്കുകയാണ് ഭക്ഷണത്തിന്. അതുകൊണ്ട് ദാവീദ് ഈ വിവരം അറിഞ്ഞിട്ട് ഹല്ലേലൂയ ദാവീദ് തൻ്റെ ഹല്ലേലൂയ ബാല്യക്കാരെ അവിടെ ഒരു സന്ദേശവുമായിട്ട് അയക്കുകയാണ്. എന്താണ് സന്ദേശം? പാരാനിൽ നിന്റെ ആട്ടിൻകൂട്ടങ്ങളും നിന്റെ കന്നുകാലികളും അവിടെ ഉണ്ടായ സമയത്ത് ഞങ്ങൾ ഒരു മതിൽ പോലെ ഹല്ലേലൂയ അവയ്ക്ക് സംരക്ഷണമായി നിന്നു. നിന്റെ ആട്ടിൻകൂട്ടങ്ങളിലോ അല്ലെങ്കിൽ കന്നുകാലികളിലോ ഒന്നുപോലും കുറയുവാനിടയായില്ല. ആയതുകൊണ്ട് നീ ഹല്ലേലൂയ ഇപ്പോൾ ഹല്ലേലൂയ ഈ വലിയ ഒരു ഉത്സവം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഹല്ലേലൂയ ഈ രോമ കത്തിരിക്കുന്ന അതിന്റെ ആഘോഷത്തിലാണല്ലോ. അതുകൊണ്ട് നിനക്ക് ഹൃദയത്തിൽ തോന്നുന്ന എന്തെങ്കിലും ഹല്ലേലൂയ ഭക്ഷണ പാനീയങ്ങൾ ഹല്ലേലൂയ ഞങ്ങൾക്കായിട്ട് ബാല്യക്കാർക്കായിട്ട് അയച്ച എൻ്റെ കൂടെയുള്ളവർക്ക് ഒരു ആശ്വാസമാക്കി തീർക്കണമെന്നുള്ള ദൂതുമായി അയച്ചപ്പോൾ ഹല്ലേലൂയ നാബാൻ ചെയ്തതോ നമുക്കറിയാം. ഹല്ലേലൂയ വിഡ്ഢിയായ നാബാൻ, അവന്റെ പേര് തന്നെ അങ്ങനെയാണ്. അവൻ എന്താണ് ചെയ്തത്? മൂഢനായ നാബാൻ എന്താണ് ചെയ്തത്? ഈ വന്നവരെ ഹല്ലേലൂയ വളരെയധികം ഹല്ലേലൂയ പരിഹസിച്ചു വിടുവാനിടയായി. ഇങ്ങനെ യജമാനന് ഹല്ലേലൂയ കാലുവാരിക്കൊണ്ട് യജമാനന് വിരുദ്ധമായി യാത്ര ചെയ്യുന്ന പലരെയും കണ്ടിട്ടുണ്ട്. അതിൽ ഒരുവനാണ് ദാവീദെന്ന് പറഞ്ഞ് ഹല്ലേലൂയ അവരെ വെറും കൈയോടെ അയക്കുവാനിടയായി. ഇതിൽ പ്രൈസ് ലോർഡ് ഈ സംഭവം
ഈ ബാല്യക്കാർ ചെന്ന് ദാവീദിനോട് പറഞ്ഞപ്പോൾ ദാവീദിന്റെ കോപം ജ്വലിച്ചു. ദാവീദ് ദൈവത്തിന്റെ അഭിഷിക്തനാണ്, ദൈവാത്മാവിനാൽ നടത്തപ്പെട്ടിരുന്നവനാണ് എന്ന് നമുക്കറിയാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ സംഭവമാണ് ഇവിടെ 25 ഹല്ലേലൂയ 25 മുതൽ 25 അധ്യായത്തിന്റെ പ്രൈസ് ദി ലോർഡ് 23 വാക്യങ്ങളിൽ ഞാൻ പെട്ടെന്ന് വായിക്കുന്നത്. നമുക്കത് വളരെ ആത്മീയ അനുഗ്രഹമായി തീരട്ടെ. അബിഗയിൽ എന്ന് പറഞ്ഞാൽ നാബാന്റെ ഭാര്യയാണ്. പ്രൈസ് ദി ലോർഡ്. അബിഗയിൽ ദാവീദിനെ കണ്ടപ്പോൾ ക്ഷണത്തിൽ കഴുതപ്പുറത്തു നിന്ന് ഇറങ്ങി. ഈ സംഭവം ഈ അബിഗയിൽ നാബാന്റെ ഭാര്യയായ അബിഗയിൽ അറിയുന്നു. അബിഗയിൽ വളരെ ഹല്ലേലൂയ പരിജ്ഞാനവും ജ്ഞാനവുമുള്ള സ്ത്രീയായിരുന്നു. അവൾക്ക് ഈ ഇപ്പോൾ നടന്ന സംഭവത്തിന്റെ ഗൗരവം മനസ്സിലായി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദാവീദ് ഹല്ലേലൂയ ദൈവത്തിന്റെ അഭിഷിക്തനാണെന്ന് ഹല്ലേലൂയ ഇസ്രായേലിന് രാജാവായി വരേണ്ടതാണ്, ഇന്നല്ലെങ്കിൽ നാളെ അവൻ നിശ്ചയമായും രാജാവാകുന്നു. അവനിലൂടെ ഹല്ലേലൂയ വെളിപ്പെട്ടതായ അത്ഭുത പ്രവൃത്തികൾ വളരെയാണെന്ന് മനസ്സിലാക്കിയ അബിഗയിൽ എന്ത് ചെയ്തു എന്ന് അറിയാമോ? ഈ സംഭവം അറിഞ്ഞ ഉടനെ അബിഗയിൽ ദാവീദിനെ കാണുവാനായിട്ട് ഹല്ലേലൂയ നിരവധി ഭക്ഷണപാനീയങ്ങൾ, അതിന്റെ കണക്കെല്ലാം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ അധ്യായത്തിൽ. തന്റെ ബാല്യക്കാർക്കും കൂടെയുള്ളവർക്കും ആവശ്യമായ ഭക്ഷണപാനീയങ്ങൾ എടുത്തുകൊണ്ട് ഹല്ലേലൂയ അബിഗയിൽ ഹല്ലേലൂയ ദാവീദിനെ കാണുവാനായിട്ട് യാത്രയാവുകയാണ്. അപ്പോൾ ദാവീദിന്റെ കോപം അവിടെ ഈ വിവരം അറിഞ്ഞ ദാവീദ് തന്റെ 400 ബാല്യക്കാരെയും വിളിച്ച് എല്ലാവരും വാള് കുന്തം അരയിൽ കെട്ടിക്കൊണ്ട് അല്ലെങ്കിൽ വരുവിൻ എന്ന് പറഞ്ഞ് ദാവീദ് മുന്നോട്ട് പോവുകയാണ്. എന്താണ് ദാവീദ് എടുത്ത തീരുമാനം? നാബാന്റെ ഹല്ലേലൂയ ചർച്ചക്കാരിലും കുടുംബത്തിലും ഒരു ആൺതരി പോലും ഇല്ലാതെ എല്ലാവരെയും സംഗ്രഹിച്ചു കളയാം എന്നുള്ള നിശ്ചയദാർഢ്യത്തോടെ ദാവീദ് കർമ്മേൽ മലയുടെ അടിവാരത്തിലേക്ക് ഹല്ലേലൂയ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. നാബാനെ ഹല്ലേലൂയ ഉന്മൂലനം ചെയ്യുവാനായിട്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ അബിഗയിൽ എന്ത് ചെയ്തു? ഈ ഭക്ഷണപാനീയങ്ങളെല്ലാം എടുത്തു. വളരെ ഹല്ലേലൂയ വിറയലോടെ ഹല്ലേലൂയ അവിടെ ഹല്ലേലൂയ അബിഗയിൽ ദാവീദിനെ കണ്ടപ്പോൾ അബിഗയിൽ തന്നെ ദാവീദിനെ എതിരേറ്റു വന്നു. അബിഗയിൽ ദാവീദിനെ കണ്ടപ്പോൾ ക്ഷണത്തിൽ കഴുതപ്പുറത്ത് നിറങ്ങി ദാവീദിന്റെ മുന്നിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വിവശനായിരിക്കുന്ന ദാവീദിന്റെയും കുടുംബത്തിന്റെ കൂട്ടരുടെയും അല്ലെങ്കിൽ അനുയായികളുടെയും മുന്നിൽ അവൾ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ധനാഢ്യനായ അല്ലെങ്കിൽ കുലീനയായ അബിഗയിൽ ചെയ്ത കാര്യമാണ്. നമസ്കരിച്ചു. അവൾ അവന്റെ കാൽക്കൽ വീണ് പറയുന്നത്, യജമാനനെ കുറ്റം എൻ്റെ മേലിരിക്കട്ടെ, അടിയൻ ഒന്ന് ബോധിപ്പിച്ചു കൊള്ളട്ടെ. തൻ്റെ ഭർത്താവ് ചെയ്ത കുറ്റം തൻ്റെ ഹല്ലേലൂയ കുടുംബത്തിന് ദ്രോഹമായിരിക്കാനായിട്ട് കുറ്റം അവൾ ഏറ്റെടുക്കുകയാണ്. സ്വയം മറ്റുള്ളവരുടെ കുറ്റം ഏറ്റെടുക്കുന്ന മനോഭാവം എൻ്റെ മേലിരിക്കട്ടെ, അടിയൻ ഒന്ന് ബോധിപ്പിച്ചു കൊള്ളട്ടെ, അടിയന്റെ വാക്കുകളെ കേൾക്കണമേ. ദുസ്വഭാവിയായ നാബാലിനെ യജമാനൻ ഗണ്യമാക്കരുതേ. അവൻ തൻ്റെ പേർ പോലെ തന്നെ ആകുന്നു. നാബാൽ എന്നല്ലോ അവന്റെ പേർ. ഭോഷത്വം അത്രേ അവന്റെ പക്കൽ ഉള്ളത്. അടിയനോ യജമാനൻ അയച്ച ബാല്യക്കാരെ കണ്ടിരുന്നില്ല. ആകയാൽ യജമാനനെ യഹോവയാണ്, നിന്നാണ് രക്തപാതകവും സ്വന്തം കൈയാൽ പ്രതികാരവും ചെയ്യാതെ വണ്ണം യഹോവ നിന്നെ തടുത്തിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു പ്രവചനം അവിടെ പറയുകയാണ്, തനിക്ക് ലഭിച്ച ആത്മനിയോഗത്താലുള്ള പ്രവചനം. നിന്റെ ശത്രുക്കളും യജമാനന് ദോഷം വിചാരിക്കുന്നവരും നാബാനെ പോലെ ആകട്ടെ. പിന്നീട് ഹല്ലേലൂയ ഒരു അനുഗ്രഹം അവിടെ പറയുകയാണ്. നാബാനെ ഹല്ലേലൂയ വളരെ ശപിക്കുന്ന രീതിയിൽ പറയുകയാണ്. ഇപ്പോൾ യജമാനന്റെ അടുക്കൽ അടിയൻ കൊണ്ടുവന്നിരിക്കുന്ന ഈ കാഴ്ച യജമാനന്റെ പരിചാരകരായ ബാല്യക്കാർക്ക് ഇരിക്കട്ടെ. അടിയന്റെ കുറ്റം ക്ഷമിക്കണമേ. അല്ലെങ്കിൽ ക്ഷമാപണം. ഹല്ലേലൂയ ഹൃദയം നുറുങ്ങി വന്ന തെറ്റുകൾ അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിൻ്റെ തെറ്റുകൾ സ്വന്തമായി ഏറ്റെടുത്തുകൊണ്ട് ക്ഷമയായിരിക്കുന്ന ഒരു ഹല്ലേലൂയ ജ്ഞാനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ക്ഷമിക്കണമേ. യഹോവ യജമാനന് സ്ഥിരമായൊരു ഭവനം പണിയും. പിന്നീട് പ്രവചനമാണ്. യഹോവയുടെ യുദ്ധങ്ങളല്ലോ യജമാനൻ അല്ലെങ്കിൽ യഹോവയുടെ യുദ്ധങ്ങളെയല്ലോ യജമാനൻ നടത്തുന്നത്. അങ്ങനെ നമ്മുടെ ദൈവദാസന്മാർക്കെല്ലാം ഒരു അനുഭവം ഉണ്ടാകണം. യഹോവയായ ദൈവത്തിന്റെ ഹല്ലേലൂയ ശുശ്രൂഷയല്ലോ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് നടത്തുന്നത്. ആയുഷ്കാലത്തൊരിക്കലും നിന്നിൽ ദോഷം കാണുകയില്ല. മനുഷ്യൻ നിന്നെ പിന്തുടർന്ന് നീ നീതിമാനായ ഒരു രാജാവായിരിക്കണം. അതുകൊണ്ട് ആയുഷ്കാലത്തൊരിക്കലും നിന്നിൽ ദോഷം കാണാൻ പാടില്ല. മനുഷ്യൻ നിന്നെ പിന്തുടർന്ന് നിനക്ക് ജീവഹാനി വരുത്തുവാൻ എഴുന്നേറ്റാലും യജമാനന്റെ പ്രാണൻ നിന്റെ ദൈവമായ യഹോവയുടെ പക്കൽ ജീവഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നിന്റെ ഹല്ലേലൂയ നോക്കണം.
ഓരോ ശുശ്രൂഷകന്റെയും ഓരോ വിശ്വാസികളുടെയും ജീവൻ അല്ലെങ്കിൽ കെട്ടപ്പെട്ടിരിക്കുന്നത് ഹല്ലേലൂയ കർത്താവിൽ ഹല്ലേലൂയ യഹോവയായ ദൈവത്തിൽ നാം ഹല്ലേലൂയ മറഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹോവയുടെ പക്കൽ യഹോവത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നിന്റെ ശത്രുക്കളുടെ പ്രാണങ്ങളെയോ അവൻ കവിണയുടെ തടത്തിൽ നിന്നെന്ന പോലെ എറിഞ്ഞുകളയും. എന്നാൽ യഹോവ യജമാനന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന എല്ലാ നന്മയും നിവർത്തിച്ച് തന്ന് നിന്നെ ഇസ്രായേലിനെ പ്രഭുവാക്കി വെക്കുമ്പോൾ അകാരണമായി രക്തം ചിന്നുകയും യജമാനൻ തന്നെ പ്രതികാരം നടത്തുകയും ചെയ്തുപോയി എന്നുള്ള ചഞ്ചലവും മനോവ്യഥയും യജമാനൻ ഉണ്ടാകുകയില്ല. എന്നാൽ യഹോവ യജമാനന്റെ നന്മ ചെയ്യുമ്പോൾ അടിയനെയും ഓർത്തുകൊള്ളണമേ. നോക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വയനീതിയാൽ സ്വയം ഹല്ലേലൂയ ശിക്ഷ ഏർപ്പെടുത്തരുത്. ഹല്ലേലൂയ. യുദ്ധം യഹോവയുടേത്. അതുകൊണ്ട് ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ അവന്റെ കോപം ഹല്ലേലൂയ നാം തന്നെ പ്രതികാരം ചെയ്യുവാൻ പോകരുത്, പ്രതികാരം യഹോവയ്ക്കുള്ളതാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ ഹല്ലേലൂയ രാജാവാകുവാനുള്ള ദാവീദിനെ ഇവിടെ ഉപദേശിക്കുന്ന ആ ജ്ഞാനവും പരിജ്ഞാനവും ഒന്ന് മനസ്സിലാക്കുക. അബിഗേലിന്റെ ജ്ഞാനവും പരിജ്ഞാനവും എത്ര ശ്രേഷ്ഠമാണെന്ന് മനസ്സിലാക്കണം. ദാവീദ് അബിഗേലിനോട് പറഞ്ഞത്, എന്നെ എതിരേൽപ്പാൻ നിന്നെ ഇന്ന് അയച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് സ്തോത്രം. നിന്റെ വിവേകം ജ്ഞാനത്താൽ ഉളവാകുന്ന ബുദ്ധി, അതാണ് ഇവിടെ പറയുന്നത്. ജ്ഞാനത്താൽ ഉളവാകുന്ന ബുദ്ധി സ്തുത്യം. രക്തപാതകവും സ്വന്തം കൈയാൽ പ്രതികാരവും ചെയ്യാതവണ്ണം എന്നെ ഇന്ന് തടുത്തിരിക്കുന്ന നീയും അനുഗ്രഹിക്കപ്പെട്ടവൾ. തിരിച്ചൊരു അനുഗ്രഹം. ദാവീദ് മാനസാന്തരപ്പെട്ടു എന്ന് മനസ്സിലാക്കുകയാണ്. ഹല്ലേലൂയ. ഈ സ്ത്രീ പ്രവാചികയായ സ്ത്രീയായിട്ട് തൻ്റെ ജ്ഞാനത്താലും പരിജ്ഞാനത്താലും ദാവീദിനെ ഗുണദോഷിക്കുമ്പോൾ ഹല്ലേലൂയ അത് ഏറ്റെടുക്കാനുള്ള ആ താഴ്മയും എളിമയും ദാവീദിൽ നിന്നും വെളിപ്പെട്ടു. ദാവീദിൽ വ്യാപരിക്കുന്ന ജ്ഞാനവും പരിജ്ഞാനവും വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവം ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് തടുത്തിരിക്കുന്ന നീയും അനുഗ്രഹിക്കപ്പെട്ടവൾ. നിന്നോട് ദോഷം ചെയ്യാതെ വണ്ണം എന്നെ തടുത്തിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്. നീ ബന്ധപ്പെട്ട് എന്നെ എതിരേറ്റ് വന്നില്ലായിരുന്നെങ്കിൽ നേരം പുലരുമ്പോഴേക്കും പുരുഷപ്രജയൊന്നും നാബാലിന് ശേഷിക്കയില്ലായിരുന്നു. പിന്നെ അവൾ കൊണ്ടുവന്നത് ദാവീദ് ഹല്ലേലൂയ ദാവീദ് മനസ്സിൽ കരുതിയതായ ആ അനീതിയുടെ കാര്യം ഹല്ലേലൂയ അവിടെ വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ ഇത് നീ ഇടപെട്ടുകൊണ്ട് നീ തന്ന യഹോവയാൽ തന്ന ഹല്ലേലൂയ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ കൗൺസിൽ ഹല്ലേലൂയ തന്നതായ ആലോചന ഞാൻ ഹൃദയത്തിൽ ഉൾക്കൊണ്ടത് കൊണ്ട് നിന്റെ ഭവനത്തിന് നാബാലിനും തന്നോട് കൂടെയുള്ള എല്ലാ പുരുഷ പ്രജകൾക്കും ഇപ്പോൾ രക്ഷ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പിന്നെ അവൾ കൊണ്ടുവന്നത് ദാവീദ് അവളുടെ കയ്യിൽ നിന്നും വാങ്ങി അവളോട് സമാധാനത്തോടെ വീട്ടിലേക്ക് പോകാം. ഇതാ ഞാൻ നിന്റെ വാക്ക് കേട്ട് നിന്റെ മുഖം ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്. ഇവിടെ രണ്ടുപേരിലും ഈ അബിഗയിലും ദാവീദിലും ഹല്ലേലൂയ വെളിപ്പെട്ടതായ ജ്ഞാനവും പരിജ്ഞാനവും യഹോവയുടെ തിരുസാന്നിധ്യം അവർ തിരിച്ചറിഞ്ഞിട്ട് ഹല്ലേലൂയ നീതിബോധത്തോടെ ഹല്ലേലൂയ താഴ്മയോടെ എളിമയോടെ ഹല്ലേലൂയ അന്യോന്യം പ്രബോധിപ്പിച്ച് അന്യോന്യം ഉൾക്കൊള്ളുന്നതായ ആ രംഗം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവദാസന്മാരെ ഹല്ലേലൂയ ശുശ്രൂഷകന്മാരെ പ്രിയ ഹല്ലേലൂയ കേൾക്കുന്ന വിശ്വാസികളെ ഒരു കാര്യം മനസ്സിലാക്കണം. നാം അന്യോന്യം കീഴ്പ്പെട്ടും അന്യോന്യം ദൈവിക നീതിയെ ഹല്ലേലൂയ അഭ്യാസം ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ തിരുസാന്നിധ്യം എവിടെയും അനുഭവിച്ചറിഞ്ഞുകൊണ്ട് അന്യനെ കീഴ്പ്പെട്ട് താഴ്മയോടെ എളിമയോടെ നമ്മുടെ ശുശ്രൂഷ അല്ലെങ്കിൽ നമ്മളെ ദൈവമായി പ്രമേഷിപ്പിക്കുന്ന ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് നിശ്ചയമായിട്ടും കഴിയണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 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 എബ്രായ ലേഖനം 5:13-14 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കും, പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ. ഹല്ലേലൂയ. അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്തിൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തിങ്ങിഞ്ഞവർക്ക് പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ ശുശ്രൂഷ 45-50 ഒക്കെ പറയാനുണ്ടായിരിക്കും പ്രിയ ഹല്ലേലൂയ ദേവദാസന്മാരെ ഹല്ലേലൂയ പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം. നാം ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കണം. നാം ഇപ്പോഴും ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ട സമയത്തുള്ള ഹല്ലേലൂയ പാൽ കുടിക്കുന്ന ഹല്ലേലൂയ ശിശുവിനെ പോലെ ആയിരിക്കുന്നുവോ? ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ
ദൈവവചനത്തിൻ്റെ വ്യവസ്ഥകളിൽ നീതിയിൽ അഭ്യാസം ഇല്ലാത്തവരായി, ഹല്ലേലൂയ, ദൈവവചനത്തിൻ്റെ വ്യവസ്ഥകളെ ഹല്ലേലൂയ അത് ആത്മാവിൽ വിവേചിച്ച് മനസ്സിലാക്കി, ഹല്ലേലൂയ, സമയാസമയങ്ങളിലും സ്ഥലങ്ങളിലും ഓരോ നമ്മളായിരിക്കുന്ന എല്ലാ ജീവിത മണ്ഡലങ്ങളിലും എല്ലാം ഈ നീതിയുടെ അഭ്യാസവും ഹല്ലേലൂയ ദയാതൽപരതയും സ്നേഹവും വെളിപ്പെടുത്തുന്നവരായിരിക്കുന്നുവോ എന്ന് നാം മനസ്സിലാക്കണം. അതാണ് ഹല്ലേലൂയ അങ്ങനെ ഒരു അനുഭവം. ഹല്ലേലൂയ അതുപോലെ കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഇരുന്ന് ഒരു ശുശ്രൂഷകനായിട്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് വരുമ്പോൾ ഹല്ലേലൂയ വചനം ഹല്ലേലൂയ നന്നായിട്ട് ധ്യാനിച്ച് അതിനെ വ്യാഖ്യാനിച്ച് ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുവാൻ തക്കവണ്ണമുള്ള ഹല്ലേലൂയ അതിൻ്റെ വ്യാഖ്യാനം ഹല്ലേലൂയ നമുക്ക് ശുശ്രൂഷൻ ആദ്യം ബോധ്യപ്പെട്ട് കടന്നു വന്നിരിക്കുന്ന ഹല്ലേലൂയ വിശ്വാസികളെ ബോധ്യപ്പെടുത്തി അവരെ ദൗത്യമായി ഹല്ലേലൂയ വളരെ സമർപ്പണവുമായി തിരിച്ചേക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇല്ല. 45-50 വർഷത്തെ ശുശ്രൂഷ പറയുവാനുണ്ട്. നമുക്ക് BTH ഉണ്ടാകാം, MTV ഉണ്ടാകാം, ഹല്ലേലൂയ PhD ഉണ്ടാകാം. അതിൻ്റെ ഹല്ലേലൂയ മേൽക്കോയ്മയും അതിൻ്റെ ഉന്നത ഭാവവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ നാം ഇന്നും ഹല്ലേലൂയ കർത്താവിൻ്റെ സുവിശേഷം ഹല്ലേലൂയ പറഞ്ഞിറങ്ങിയ അതേ അവസ്ഥയിൽ തന്നെ ഹല്ലേലൂയ ശിശു പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ തന്നെയാണ്. കട്ടിയായ ആഹാരം എന്ന് പറയുന്നത് നന്മതിന്മകളെ തിരിച്ചറിയുവാനും കർത്താവ് പറഞ്ഞ പോലെ വചനം ഹല്ലേലൂയ പ്രായോഗികമായി ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിൽ വെളിപ്പെടുത്തിക്കൊണ്ട് ഹല്ലേലൂയ പ്രായോഗികമാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയായിക്കൊണ്ട് പോകുവാനും നമുക്ക് കഴിയുന്നില്ല. ഹല്ലേലൂയ പാൽ കുടിക്കുന്ന എല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ അവൻ ശിശുവല്ലോ. കട്ടിയുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. നാം 50-60 വർഷം അല്ലെങ്കിൽ 30-20 വർഷം 10-15 വർഷം ശുശ്രൂഷയിലായിരുന്നിട്ടുണ്ട്. ഇന്നും നമ്മൾ ശിശുവായിരിക്കുന്നു. നന്മതിന്മകളെ ഹല്ലേലൂയ തിരിച്ചറിഞ്ഞ് ഹല്ലേലൂയ തഴക്കത്തിൽ ഹല്ലേലൂയ തഴക്കത്താൽ അഭ്യസിച്ച് എന്നുവെച്ചാൽ പ്രായോഗികമായ ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് മാതൃകയാക്കി ഹല്ലേലൂയ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി ഹല്ലേലൂയ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി അതിൻ്റെ വെളിപ്പെടുത്തലുകൾ സംസാരത്തിലും പ്രവൃത്തിയിലും ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ എല്ലാ ജീവിത മണ്ഡലത്തിലെ രംഗങ്ങളിലുമൊക്കെ അതിൻ്റെ സൽഫലങ്ങൾ പ്രകടിപ്പിക്കുന്നവരായി തീരുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യണം. ഹല്ലേലൂയ ഈ പാൽ കുടിക്കുന്നവൻ എല്ലാം ഹല്ലേലൂയ നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ എന്നുള്ളത് പലരും കോട്ടിക്കളയുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ആകയാൽ ഹല്ലേലൂയ അത് പത്രോസിൻ്റെ ഹല്ലേലൂയ ലേഖനം 1 പത്രോസ് 2:1-2 വാക്യങ്ങളിൽ ഇത് കോട്ട് ചെയ്തുകൊണ്ടാണ് പലരും കോട്ടിക്കളയുന്നത്. എന്താണെന്ന് ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിയും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞിപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പേ എന്നോട് പത്രോസ് പറയുന്നുണ്ട്. അവിടെ പറഞ്ഞ പാല് എന്ന് പറയുന്നത് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ നമ്മുടെ ഹൃദയശുദ്ധിയോടെ ഹല്ലേലൂയ നമ്മുടെ സമർപ്പണത്തോടെ കർത്താവിൻ്റെ ദിവ്യ സ്നേഹത്തിൽ ഹല്ലേലൂയ പ്രാണത്യാഗത്തോളം കർത്താവിനെ അനുസരിക്കുന്ന മനോഭാവത്തോടെ ഹല്ലേലൂയ വചനം ഹല്ലേലൂയ ഗ്രഹിക്കുകയും വചനത്തിൻ്റെ വ്യവസ്ഥകളെ മനസ്സിലാക്കി അത് നീതിയുടെ അഭ്യാസത്തിനായി നമ്മളുടെ ജീവിതത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ പ്രായോഗികമാക്കുന്ന ജ്ഞാനം പ്രാപിക്കുകയും ചെയ്യുന്ന കാര്യമാണ് ഇവിടെ പത്രോസ് പറഞ്ഞിരിക്കുന്നത്. പലർക്കും അത് മനസ്സിലായിട്ടില്ല. ഹല്ലേലൂയ അതുകൊണ്ട് നമുക്ക് ഹല്ലേലൂയ നമ്മുടെ ശുശ്രൂഷയുടെ ഹല്ലേലൂയ നിരവധി വർഷങ്ങളെ പറയുവാനുണ്ടാകും. നമ്മൾ കൊടുത്തിരിക്കുന്ന നേതൃത്വത്തെക്കുറിച്ച് പറയാനുണ്ടാകും. എന്നാൽ ഹല്ലേലൂയ ഇന്ന് നമ്മുടെ ആത്മീയമണ്ഡലം വളരെ ശുഷ്കിച്ചിരിക്കുന്നു. എന്താണ് കാര്യം? ഹല്ലേലൂയ പരിജ്ഞാനമുണ്ട്, എന്നാൽ ജ്ഞാനമില്ല. ഹല്ലേലൂയ നമുക്ക് ജ്ഞാനം തരുവാൻ ഹല്ലേലൂയ കഴിവുള്ള ഹല്ലേലൂയ സ്വർഗ്ഗസ്ഥനായ പിതാവിനോട് ഹല്ലേലൂയ ഒട്ടും സംശയിക്കാതെ നമുക്ക് ഹല്ലേലൂയ നമ്മുടെ ശുശ്രൂഷാ തലങ്ങളിൽ ആവശ്യമായി വെളിപ്പെടുത്തേണ്ട നീതിയുടെ അഭ്യാസത്താൽ നമ്മൾ സകല ഇന്ദ്രിയങ്ങളെയും ജയിച്ച് ഹല്ലേലൂയ കർത്താവിനെ പോലെ ഹല്ലേലൂയ ഉയർപ്പിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയോടെ സകലത്തെയും തരണം ചെയ്യുന്ന ആ ഒരു ഹല്ലേലൂയ ജ്ഞാനത്തോടെ നിലകൊള്ളുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. ഹല്ലേലൂയ അതിനായി നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. ഒരു ഹല്ലേലൂയ ഹിന്ദി പാട്ടിൻ്റെ ഈരടികൾ പാടി ഞാനിവിടെ ഹല്ലേലൂയ ഈ ഡിസ്കോഴ്സ് ഹല്ലേലൂയ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ യേശുവിൻ്റെ നാമം വളരെ അനുഗ്രഹിക്കപ്പെട്ട നാമം. അവനാണ് നമുക്ക് ജ്ഞാനവും പരിജ്ഞാനവും ഒക്കെ നൽകുന്നത്. ഈ കർത്താവിനെ നമുക്ക് ആശ്രയിക്കാം. ഈശോ तो महान है ईशु
तू अच्छा है यीशु, तू जिंदा है यीशु, तू धन्य है, दूतों की स्तुति भी तू ही है, बुद्धि और सब ज्ञान तू ही है, राजाओं का राजा तू ही है, प्रभुओं का प्रभु तू ही है। यीशु तू महान है यीशु, तू अच्छा है यीशु, तू जिंदा है यीशു, तू धन्य है। ഈ യേശുവിൻ്റെ പാദപീഠത്തിൽ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. നമ്മുടെ ലോകത്തിൻ്റെ ഹല്ലേലൂയ ജ്ഞാനമല്ല, ഹല്ലേലൂയ കർത്താവിൻ്റെ മുഖതാവിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്ന ആ പരിജ്ഞാനവും ഹല്ലേലൂയ ആ ജ്ഞാനവും നമ്മളിൽ വിളങ്ങുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ രൂപാന്തരപ്പെടുത്തട്ടെ. ഹല്ലേലൂയ നമ്മുടെ ശുഷ്കിച്ച അന്ധകാരത്തിൽ തപ്പിത്തടയുന്ന അവസ്ഥയിലായിരിക്കുന്ന സഭകൾക്കെല്ലാം ഒരു ആത്മീയ വെളിച്ചം ദൈവം പകരുവാൻ ഇടയാക്കട്ടെ. ഈ പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ ഹല്ലേലൂയ ദൗത്യത്തിൽ നിന്നും വിരമിക്കുന്നു. എന്നെ കേട്ട എല്ലാ ഹല്ലേലൂയ സഹൃദയരായിട്ടുള്ള ഹല്ലേലൂയ സ്നേഹമുള്ളവരായ എല്ലാ വിശ്വാസികൾക്കും ഹല്ലേലൂയ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഹല്ലേലൂയ എൻ്റെ ഈ ഹല്ലേലൂയ ദൗത്യത്തിൽ നിന്ന് വിരമിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.